ഡിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്ത് നോക്കൂ. പൈനാപ്പിൾ ജ്യൂസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അതിനായി പൈനാപ്പിൾ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കാം. ഇതൊരു മീഡിയം സൈസുള്ള പൈനാപ്പിളിന്റെ പകുതിയാണ്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര വേണം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ്. പുതിനയില, പൈനാപ്പിൾ, പഞ്ചസാര, പുതിനയില എല്ലാം കൂടെ ഒരു ജ്യൂസറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ജ്യൂസാക്കി എടുക്കാം. ഇതിലേക്ക് അല്പം കൂടി വെള്ളം ചേർക്കണം. അപ്പൊ ഇനി ഇതൊന്ന് ജ്യൂസാക്കി എടുക്കാം. അടിച്ചെടുത്തിട്ടുള്ള ഈ പൈനാപ്പിൾ ജ്യൂസ് ഒരു സ്റ്റെയിനറിലൂടെ അരിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. മധുരം ആവശ്യമാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ടേസ്റ്റി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പുതിനയില കൂടി ചേർത്ത് നോക്കൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പൊ ഇഷ്ടമായാലും എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.